ഹലോ, റോങ് നമ്പർ. ആ എടുത്തോ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. ശേഖർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എന്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തോളൂ. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറി. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ. ഏതായാലും ഇവിടെ വരെ എത്തിച്ചു. ഇനി ആ റവന്യൂ മിനിസ്റ്ററുടെ സൈനോടെ കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. അതുണ്ടല്ലോ. എത്തിയിട്ടില്ല, ഇപ്പൊ വരും. സാറിരിക്കേ. വാ. യെസ്, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ. ഞാനാണ്. എന്താ വേണ്ടത്? അല്ല, ഇവിടെ വേറെ ശങ്കർ. നോ, ആ പേരിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ സ്വർണ്ണക്കടയിൽ റെയ്ഡ് ചെയ്യാൻ വന്നത്? സ്വർണ്ണക്കടയോ? ആര് റെയ്ഡ് ചെയ്തു? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വല്ല സ്വപ്നം കണ്ടതാണോ അതോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയോ? പോകുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചില്ല? ഞാനിങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ സാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സർ. പട്ടാപ്പകൽ ഒരു പറ്റം പോലീസുകാരെ പമ്പര വിഡ്ഢികളാക്കി ഒരു വിദ്വാൻ സ്വർണ്ണക്കട കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെടോ? തിരുവനന്തപുരത്തിരിക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? താൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്റെ കയ്യിലുണ്ടോ? പിന്നെ ഏത് പൊത്തിച്ചെന്നാണോ അയാളെ കണ്ടുപിടിക്കുന്നത്? താൻ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ. അയാളെ കണ്ടുപിടിക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ്. മനസ്സിലായോടോ ഇഡിയറ്റ്? Yes, speaking. Be on the line. You may go. Hello. Wait. ചാർജ് എടുത്തപ്പോ തന്നെ നഗരത്തെ കിടുകിടാ ഉറപ്പിച്ച സമർത്ഥനായ ഇൻസ്പെക്ടർക്ക് പറ്റിയ ആന മണ്ടത്തരം നാട്ടുകാരും പത്രക്കാരും അറിഞ്ഞോടും. നടന്ന നാണക്കേടേ ഈ 4 ജോലികൾ അറിഞ്ഞാൽ മതി. കൂടെ വന്ന എബിമാരോട് പറഞ്ഞേരെ, കാണുന്നവരോടൊന്നും വിളിച്ചു പറയണ്ടെന്ന്. ഇന്നലെ അങ്ങടെ ലൂസി പറഞ്ഞ തന്നെ പോലെയുള്ളവർക്ക് ആരംഭസൂര്യത്തെ ഉണ്ടാവുമെന്ന്. ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുക?